നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പ്രിലിമിനറി എക്സാമിന് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 4 ആണ്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ പാർട്ട് 4ൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയാണെന്നാണ്. കൊൽക്കത്ത ഹൂഗ്ലി റിവറിലാണ് നമ്മുടെ ഈ ബോട്ട് ലൈബ്രറി സഞ്ചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഒമിക്രോൺ മരണം രേഖപ്പെടുത്തിയത് പൂനെയിലാണ്. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അടുത്ത നാലാമത്തെ ചോദ്യം, 2021 ഡിസംബറിൽ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിംഗ് മെഷീൻ അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യ ജില്ല കൊല്ലം ജില്ല. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ സെൻറ്റർ IAMC ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ്. തെലങ്കാന. അടുത്ത ആറാമത്തെ ചോദ്യം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 200 കോടി പിഴ ചുമത്തിയ അമേരിക്കൻ കൊമേഴ്സ് കമ്പനി ഏതെന്നാണ്. ആമസോൺ കമ്പനിക്കാർക്കാണ് 200 കോടി പിഴ ചുമത്തിയത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ 2021-22 വർഷത്തേക്ക് അടുത്തിടെ നിയമിതനായ പ്രസിഡന്റ് ആരെന്നാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി മോഹിത് ജെയിൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന്. മുംബൈ. അടുത്ത 9ാമത്തെ ചോദ്യം, 2021 ഡിസംബറിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് MG ശ്രീകുമാർ. അടുത്ത 10ാമത്തെ ചോദ്യം, 2021 ഡിസംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ മേള നടന്നത് ഏത് സംസ്ഥാനത്താണെന്ന്. മധ്യപ്രദേശ്. അടുത്ത 11ാമത്തെ ചോദ്യം, 2021 ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക. അടുത്ത ചോദ്യം, മിസ് യൂണിവേഴ്സ് 2021 തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർനാസ് സന്ധു. അടുത്ത 13ാമത്തെ ചോദ്യം, 2020 JC ഡാനിയൽ അവാർഡ് സ്വീകർത്താവ് P ജയചന്ദ്രൻ. അടുത്ത ചോദ്യം, COVID-19 ഒമിക്രോണിൻ്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദം ആദ്യമായി കണ്ടെത്തിയ കേരളത്തിലെ ജില്ല എറണാകുളം. അടുത്ത ചോദ്യം, ഫോർബ്സ് മാഗസീനിൻ്റെ 2021 ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ 37ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ വനിത നിർമ്മല സീതാറാം. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇന്ത്യയുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്നാണ് ചോദ്യം. വിപിൻ റാവത്ത്. അടുത്ത 17ാമത്തെ ചോദ്യം, പുരുഷന്മാരുടെ ജൂനിയർ ഹോക്കി ലോകകപ്പ് 2021 വിജയികൾ അർജന്റീന. അടുത്ത ചോദ്യം, വില്ലേജ് ഓഫീസുകൾക്കും കളക്ട്രേറ്റുകൾക്കും ഇടയിൽ ഇലക്ട്രോണിക് രീതിയിൽ ഫയലുകൾ കൈമാറാൻ ഓഫീസ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ജില്ല. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈക്കാട്രിസ്റ്റ് ആരെന്നാണ്. ശാരദ മേനോൻ. അടുത്ത ചോദ്യം, മിസ് കേരള 2021 ആരാണെന്നാണ്. ഗോപിക സുരേഷ്. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ സർക്കാർ ജോലികൾക്ക് മാതൃഭാഷ യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാട്. അടുത്ത 22ാമത്തെ ചോദ്യം,
2021 ഡിസംബറിൽ തൻ്റെ കരിയറിലെ 800ാമത്തെ ഗോൾ നേടിയ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ചോദ്യം, 2021 ഡിസംബറിൽ ആളുകളുടെ സമ്മതമില്ലാതെ വ്യക്തിഗത ഫോട്ടോകളും വീഡിയോകളും പങ്കിടുന്നത് നിരോധിച്ച സോഷ്യൽ മീഡിയ? ട്വിറ്റർ. അടുത്ത ചോദ്യം, റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക്കിൽ നിന്ന് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക്? HSBC. അടുത്ത ചോദ്യം, അടുത്തിടെ കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിതനായത്? വൈസ് ചെയർമാൻ ഓഫ് കേരള ഖാദി ബോർഡ് P. ജയരാജൻ. അടുത്ത ചോദ്യം, 2021 നവംബറിൽ ആൽഗയിൽ നിന്നുള്ള ബയോഡീസൽ വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത സംസ്ഥാനം? ആൽഗയെന്ന് വെച്ചാൽ നമ്മുടെ പായലാണ്. പായലിൽ നിന്ന് ബയോഡീസൽ വികസിപ്പിക്കുകയും വിതരണം ചെയ്ത സംസ്ഥാനം എന്നാണ്? ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് വരുന്നത്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, 2021 നവംബറിൽ സമ്പൂർണ്ണ COVID-19 രണ്ടാം ഡോസ് വാക്സിനേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്? കോങ്ങാട് പഞ്ചായത്ത്, പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ മ്യൂസിയം ആരംഭിച്ചത്? ഫുഡ് സെക്യൂരിറ്റി മ്യൂസിയം, തഞ്ചാവൂർ. തഞ്ചാവൂർ തമിഴ്നാടാണ്. അടുത്ത 30ാമത്തെ ചോദ്യം, പ്രൈഡ്, പ്രിജുഡൈസ് ആൻഡ് പണ്ഡിട്രി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ശശി തരൂർ. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻ്റെ പാർട്ട് 4. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.